അപ്പം നമുക്ക് പുറത്ത് പോവാം. അതായത് ഇവിടുത്തെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അടുത്ത പീസ് ചിക്കൻ നല്ല ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇങ്ങനെ വാങ്ങിക്കുന്നത് ലാഭമാണ് കേട്ടോ. അമ്മ ഇവിടെ ആമേനുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് ആലപ്പുഴയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇപ്പം സമയം വെളുപ്പിന് ഒരു 4:30 ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര നേരത്തെ പോകേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നത് കാരണം ഫുൾ ബ്ലോക്ക് ആണല്ലോ എപ്പോഴും. അപ്പോൾ കറക്റ്റ് സമയത്തൊക്കെ വീട്ടിലെത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് 8 മണിക്കുള്ളിൽ ജോലിക്ക് കയറേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെളുപ്പിന് തന്നെ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ 2-3 മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ നിൽക്കുമെന്നതിൻ്റെ സന്തോഷം ഒരുപാടുണ്ടെങ്കിലും ഒരാഴ്ചത്തേക്ക് ഇക്കാനെ പിരിഞ്ഞിരിക്കേണ്ട വിഷമം അതിലേറെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഇക്കവിടെ ഞങ്ങളിവിടെ ആയിരിക്കും. എന്തായാലും നമുക്കിനി കുറച്ച് ദിവസമൊക്കെ ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് മുമ്പോട്ട് പോവാം. രാവിലെ മാതാസ്ത്രീ ചായ തിളപ്പിച്ചുകൊണ്ട് വന്നു, കൂടെ ഒരു 5-6 ബിസ്ക്കറ്റും. അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് ബാക്കി കലാപരിപാടികളെല്ലാം തുടങ്ങാം. രാവിലെ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഒന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഇതാണ് ദുവാമ ഈ കേക്ക് എടുത്ത് കഴിക്കുന്നത് കണ്ടത്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി സാമ്പാറുമാണ്. പക്ഷെ നമ്മൾ രാവിലെ കഴിക്കുന്നത് ഇന്നലെ ലുലുന്ന് വാങ്ങിച്ച കേക്കാണ്. ദുവാമി രാവിലെ കഴിക്കാൻ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര കൊതി. അപ്പം പിന്നെ ക്ഷമയില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ കഴിച്ചേക്കാം. നല്ല അടിപൊളി കേക്കാട്ടോ ഇത്. നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നത് ലാഭമാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉച്ചയാവട്ടെ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇന്നലത്തെ ബാക്കി ഇരുന്ന ബിരിയാണിയും ചൂടാക്കി തന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുക്കാം. അപ്പം ദിവാച്ചും ദുവാമോളൊക്കെ എവിടെ കളിക്കും. ഇന്നലത്തെ ബിരിയാണി ചൂടാക്കി തന്നെ ഉമ്മ അവിടെ ഉമ്മേനെ നാണം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന്. അതിപ്പോൾ നമ്മൾ ബിരിയാണി പിറ്റേ ദിവസം എന്തായാലും ബിരിയാണി ആയിരിക്കും അല്ലേ. അപ്പം ഞാൻ കഴിക്കട്ടെ. ചോറ് കഴിച്ചാൽ ക്ഷീണം വെച്ച പിടിച്ച ഈ ഗ്രേപ്പിൻ്റെ ബബിൾ സൂപ്പ്. ഇന്നലെ ലുലുമാളി പോയപ്പോഴത്തേക്കും അവിടെ ചില ലഡു കണ്ടിട്ട് ദുവാമിക്ക് വേണമെന്ന് പറഞ്ഞ് വഴക്കിട്ട് വാങ്ങിച്ചു. അവിടെ ഇന്നലെ പറഞ്ഞ് കഴിക്കുകയും ചെയ്തേ. ഇപ്പം ഇവിടെ കിടന്ന് അവൾക്ക് വേണ്ട. അല്ലെങ്കിൽ അവിടെ ലഡുവൊന്നും കഴിക്കാറില്ല. ഇവിടെ എന്ത് പറ്റിയോ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷെ ഇപ്പം അവൾക്ക് വേണ്ട. എന്നാ കഴിച്ചു. വീട്ടിൽ വെച്ച് കഴിക്കുന്ന സാധനങ്ങൾ പുറത്തിറങ്ങി കഴിക്കും, തിരിച്ച് വീട്ടിൽ കയറിയാൽ കഴിക്കില്ല. ഞാൻ കഴിക്കാതെ കഴിച്ചോടാ. അങ്ങനെ ദുവാമയുടെ ആമച്ചാര കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ദുവാമി ആമേനുണ്ടാക്കി. ഉണ്ടായിക്കോ. ഇന്നൊരു ഡെയിൻമേലെ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എടുത്തെടുത്ത് വന്നപ്പോൾ ഒരു വട്ട ഇച്ചിടെ പോലെ ആയിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഇന്ന് ബോറടിച്ചപ്പോൾ 2 പ്ലം എടുത്ത് കഴിക്കാൻ പോവാണ്. ഒന്നും കൂടി 2 പ്ലം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് ഡെയിൻമേലീസ് കണ്ട് വേറെ വീഡിയോ എടുത്തില്ല, തിന്നുന്ന വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട്. ദിവാഴ്ച ഇതാ ഉറങ്ങിപ്പോയി. പ്ലം കഴിക്കാം. ഡെയിൻമേൽ ഇപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിൻമേൽ ഇപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡെയിൻമേൽ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് പണികളും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന് ബോറടിക്കും. ഇപ്പോൾ ബോറടി മാറ്റപ്പെടി നമ്മൾ തിന്നോണ്ടിരിക്കണം. ഇപ്പം കൈ കിട്ടുന്നത് ഈ ഒരു അരി ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തിന്നാം. അപ്പം നമുക്ക് പുറത്ത് പോവാം. അതായത് ഇവിടുത്തെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയിട്ടില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്തൊക്കെ വാങ്ങിച്ചെന്ന് പോയിട്ട് കൊണ്ട് കാണിച്ചു തരാം. പറഞ്ഞു ബിരിയാണി അങ്ങനെ നമ്മൾ നമ്മുടെ മയിൽ വാഹനത്തിൽ തൊട്ടടുത്ത ജംഗ്ഷനിലോട്ട് പോവാണ്. ഒരു 5-6 കടകളൊക്കെ കയറി ഇറങ്ങണം. പറ്റുവാണ് വീഡിയോ എടുക്കണം. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല.
ഇടയ്ക്ക് വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു മഴ പെയ്തായിരുന്നു. മഴ പെയ്ത് തുറന്നപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ബാക്കി സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ പുറകിൽ ഒരു ദുരുദ്ദേശമുണ്ട് ഗൈസ്, അത് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ ഇതൊരു ഡെയിൻമേലെ ഫുള്ളായിട്ടൊരു പാട്ട് ഈക്കിൻ്റെ പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതും കൂടെ കഴിക്കാം. ഇപ്പോൾ അവൾ പുറത്തോട്ട് നമ്മൾ വായിച്ചിട്ടോ ഈ ഒരു ചോക്കോ ബ്രൗണി. എനിക്ക് ഈ അടുത്തായിട്ട് എനിക്ക് ചോക്കോ ബ്രൗണി ഈ അടുത്തായിട്ട് എനിക്കിപ്പോൾ ബ്രൗണിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കഴിക്കാം. കൊള്ളാം, സൂപ്പർ. ദിവാച്ച് ഉറങ്ങിപ്പോയി. രാത്രിയിലേക്ക് കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കാൻ പോകുമായിരുന്നു മമ്മി. ദോശ കഴിക്കാനും മൂടില്ല. അപ്പോൾ നോക്കിയപ്പോൾ ബ്രെഡും ഉണ്ട്, ചിക്കനും ഉണ്ട്, ചീസും ഉണ്ട്. എന്നാൽ പിന്നെ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? ഇതിനിപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് എന്നോ അതോ ചിക്കൻ ക്ലബെന്നോ ഏത് പേരിലുള്ള വിളിക്കാം. എന്തായാലും നമുക്ക് സംഭവം പെട്ടെന്ന് ഉണ്ടാക്കും, കാരണം വിശന്നിട്ട് വയ്യ. ആദ്യം നമുക്ക് ആവശ്യമുള്ള ക്യാബേജ്, ഇത് മുഴുവനായിട്ടും വേണ്ട, ആവശ്യത്തിന് മാത്രം കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി, സവള എല്ലാം ഒന്ന് കുനുകുനാന്ന് എടുക്കാം. ഓക്കെ. പിന്നെ വേണ്ട ചിക്കനാണ്. ചിക്കൻ ഇപ്പോൾ വേവിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി ഉച്ചക്കത്തേക്ക് വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. അപ്പം നമുക്ക് ഇതൊന്ന് കുനുകുനാന്നിറങ്ങി ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇല്ലാത്ത പീസ് ചിക്കൻ നല്ല ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്താൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. വെറുതെ കൊത്തിയരിഞ്ഞ് സമയം കളയുണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം, ഒരു അല്പം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. അപ്പം വെജിറ്റബിൾസ് 2 ഉപ്പ് മാത്രം മതി കേട്ടോ, കാരണം നമ്മൾ ചിക്കൻ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. പിന്നെ കുറച്ച് മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. മയോണൈസ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ലൂസായി പോകും. അപ്പോൾ കുറച്ച് മയോണൈസ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ആദ്യം ഒരു ദോശpan വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രെഡ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും നല്ലൊരു മൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഇട്ട് ഫില്ലിങ്സും വെച്ച് സ്ലൈഡ് ചീസും വെച്ച് അടുത്ത ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വെക്കുകയാണെങ്കിൽ ചീസൊക്കെ നല്ല മെൽറ്റായി കിട്ടും. അപ്പോൾ എനിക്ക് ഓരോന്നും ഇത് വെച്ചെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ബ്രെഡും ഒന്ന് ഇതുപോലെ മൊരിച്ചെടുത്തതിന് ശേഷം ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റീമറിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാം. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആദ്യം ഇത് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ചീസൊക്കെ കട്ടിയായി പോകും. ഇതാകുമ്പോൾ നമുക്ക് ഒരുപോലെ കഴിക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും. നോർമൽ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു ബ്രെഡ്, ഇപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു ബ്രെഡ് എടുത്ത് അതിലേക്ക് ഫില്ലിങ്സ് ഫുൾ നല്ലപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല ചീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്ലൈസ് ചീസാണല്ലോ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം, നമ്മളല്ലേ കഴിക്കുന്നത്. ഫില്ലിങ്സിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്സ് വെച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലൈഡ് ചീസ് കൂടെ വെച്ച് കൊടുത്തിട്ട് അടുത്തൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇഡലി ചെമ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആവിയേറ്റി എടുക്കാം. 2 മിനിറ്റ് ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അവിടെ ചൂടോടെ കഴിക്കണം. സൂപ്പർ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് കഴിക്കാം. സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പാനിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ചേർക്കുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മസ്റ്റ് ട്രൈ ആണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ടിനും മറക്കരുത്. അപ്പം നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വീഡിയോ വരുന്നത്. ബൈ ബൈ ഫ്രണ്ട്സ്.